ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്വിഗ്ഗിയിലെ ഒരു ഞായറാഴ്ച ദിവസത്തെ ഏണിങ്സാണ്. നമ്മളെ ടാർഗറ്റായിട്ടുള്ളത് 2000 രൂപയാണ്. 1350 രൂപ ഓർഡർ ഏണിങ്സിൽ നിന്ന് 650 രൂപ ഇൻസെൻറ്റീവും ചേർത്ത് 2000 രൂപയാണ്. 2000 രൂപ എന്തായാലും അടിക്കാൻ പറ്റും. ആ 2000 രൂപ അടിക്കാൻ എത്ര മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ല് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. ആദ്യത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇത് ഗൗരീസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു വീട്ടിലുള്ളതാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്താറായി. റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാം. ഇതാണ് റെസ്റ്റോറൻറ്റ് ഡീറ്റെയിലാണ് ചെയ്യണത്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ പോയി. സർജ് ടൈം തീരെ 8:37. ഇത് ലൊക്കേഷനിൽ എത്തുമ്പോഴേക്കും നമ്മൾ സർജ് ടൈമും കഴിയും. പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് കൊടുക്കേണ്ട സ്ഥലം പൂജപ്പുരയാണ്. ഇവിടെ നിന്ന് ഏകദേശം 7.8 കിലോമീറ്റർ ഉണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊതിച്ചോറും കട്ട് ഫ്രൂട്ട്സ്. അതുപോലെ 7:40 ആരാണോ പൊതിച്ചോറ്. അതിൽ 1 മണിക്കൂർ പോയി കിട്ടി. നമ്മൾ അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ചുറ്റി പോകേണ്ട അവസ്ഥയായിരുന്നു. ഈ റോഡ് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടി ഒന്ന് ടാറിട്ടാൽ ഈ വഴിയുള്ള യാത്ര സുഖമാവും. എൻട്രൻസ് കയറിയിട്ട് റൈറ്റ് സൈഡ് അല്ലേ? ആ ഓക്കെ. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മതേശ്ശിയിൽ നിന്നാണ്. 20 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട്. 5.5 കിലോമീറ്ററാണ്. 58 രൂപ പിക്കപ്പ് ചെയ്യാം. ഡബിൾ ഓർഡറാണ്. 21.5 കിലോമീറ്റർ ഓർഡർ. നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഫുഡ് ഒരെണ്ണം കൂടി റെഡിയാവുന്നുണ്ട്. അതുകൂടി റെഡിയായിട്ട് എടുക്കാം. ഏറ്റവും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പോകേണ്ടത് 4 മുക്ക് ജംഗ്ഷനിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഏകദേശം 2.7 കിലോമീറ്റർ ഉണ്ട്. കൊടുക്കേണ്ട സാധനം 10 പൂരി, മസാല ദോശ. ഒരുപാട് കാലം നാശമായി കിടന്ന ഈ റോഡും സ്മാർട്ട് റോഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ യാത്ര എളുപ്പമായി. ഓർഡറിൽ ആദ്യത്തെ ഓർഡറിൻ്റെ ലൊക്കേഷൻ എത്താറായി. CPRA 1G. ശിവകുമാർ.
കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഓർഡർ കൊടുക്കേണ്ടത് വഞ്ചിയൂരാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.3 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 400 മീറ്റർ കൂടി ഉള്ളു. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വന്നാ മതി അകത്തോട്ട്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ടിൽ പണിയന് 54 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട്. 6.58 കിലോമീറ്റർ. നമ്മളിപ്പോൾ ഓർഡർ എടുക്കാൻ പോകുന്നത് സ്വിഗ്ഗിയുടെ സ്വന്തം ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗിയുടെ സ്വന്തം ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ്. ട്രിവാൻഡ്രത്ത് നിലവിൽ ഇത് 3 ഉണ്ട്. ഒന്ന് പട്ടം, അമ്പലമുക്ക്, പൂജപ്പുര. സ്വിഗ്ഗി അവകാശപ്പെടുന്നത് 10 മിനിറ്റിനുള്ളിൽ ഗ്രോസറി ഡെലിവറി ചെയ്യും. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്, ഒരാഴ്ചയിൽ കിട്ടിക്കൊണ്ടിരുന്നത് 10 മിനിറ്റ് ഡെലിവറി ചെയ്യുന്നതാണ് സ്വിഗ്ഗിയുടെ അവകാശപ്പെടുന്നത്. ഇവിടെ ഹെൽമെറ്റ് പാടില്ല, അങ്ങനത്തെ കുറേ ആചാരങ്ങളുണ്ട്. ബാർകോഡ് വെച്ചിട്ടുണ്ട്. 70 അടിച്ചാലേ റിക്കപ്പാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് സ്വിഗ്ഗിയുടെ സ്വന്തം ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗിയുടെ ഗ്രോസറി ഷോപ്പ്. അവരവകാശപ്പെടുന്ന 5 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ 10 മിനിറ്റിനുള്ളിൽ ഡെലിവറി. ചേച്ചി എന്തൊരു പാർക്ക് ചെയ്തിട്ടിരിക്കണം. ഇവിടെ നിന്ന് ഏകദേശം 4.2 കിലോമീറ്റർ ഉണ്ട്. ലൊക്കേഷനിൽ കൊടുക്കേണ്ടത് പാൽക്കുളങ്ങര ഭാഗത്ത്. നമ്മൾ ഏകദേശം ലൊക്കേഷൻ എത്താറായി. അല്ല, നടക്കേണ്ടി വരും. ഇപ്പോൾ ഇനി നമ്മൾ പോകേണ്ടത് അരുണയിലോട്ടാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ അരുണന്ന്. അത്യാവശ്യം ലോങ് ഓർഡറാണ്. 44 രൂപയും 8 രൂപ.
ഓക്കെ ശരണം എത്തിയിട്ടുണ്ട്. 2403 കേസ് നമ്മൾ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ലൊക്കേഷൻ വഴിയിലെ പേരൂർക്കടയാണ്. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. ഗാഡിയാർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ലൊക്കേഷൻ എത്താറായി. ഇനി ഒരു 100 മീറ്ററും കൂടിയാണ് ഇവിടെ നിന്നുള്ളത്. ഓക്കെ കേസ് നമ്മൾ ആ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 45 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി 8 രൂപയും കൂടി റിട്ടേൺ ആയിട്ടുണ്ട്. അത് കിട്ടുമോ, അതിന് പകരം ഓർഡർ തരുമോ നോക്കാം. ആ 8 രൂപ വെട്ടിയിട്ട് ഇൻസ്റ്റാമാർട്ടിൽ ഐശ്വര്യമായിട്ട് 25 രൂപയ്ക്ക് അടിച്ചു തന്നിട്ടുണ്ട് 5 കിലോമീറ്റർ. അപ്പോൾ 8 രൂപ നമുക്ക് നഷ്ടം. 17 രൂപയ്ക്ക് 5 കിലോമീറ്റർ നമ്മൾ ഓടേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാമാർട്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഹെൽമെറ്റ് വരേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ളത് വെള്ളയമ്പലത്തുള്ള ഹൊറിസോൺ പാർക്ക് SI ഹൊറിസോൺ പാർക്ക് എന്ന് പറഞ്ഞ ഫ്ലാറ്റിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 2.9 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അജുവ എന്നാണ്. അടുത്ത് തന്നെയാണ് കൊടുക്കാനുള്ളത്. മൊത്തത്തിൽ 2.5 കിലോമീറ്റർ ഉള്ളൂ. അജുവ പെപ്പിക്. നമ്മൾ അജുവ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. നൈൻസ് റെഡി. ചിക്കൻ ബിരിയാണി കോട്ടൺ ഹിൽ റോഡ് അടുത്ത് തന്നെയാണ്. 1 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. കേസ് അങ്ങനെ അജുവേന്ന് ഫുഡും പിക്കപ്പ് ചെയ്ത് നമ്മൾ ഏകദേശം ലൊക്കേഷൻ എത്താറായി. ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കസ്റ്റമറിനൊന്ന് വിളിച്ചു നോക്കണം. സ്വിഗ്ഗിയിൽ നിന്നാണേ ഫുഡ് ഓർഡർ ചെയ്തിരുന്ന അജു. ഞാൻ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലാപ്പോഷെ ആ കൊടുത്താൽ മതിയോ? ഓക്കെ. GB ഗീത. നമുക്കിപ്പോൾ ഇമ്പീരിയൽ കിച്ചണിൽ നിന്നാണ് ഓർഡർ അടിച്ചത്. എന്തായാലും അത് നഷ്ടമാണ്. കാരണം 15 മിനിറ്റ് കഴിഞ്ഞാൽ 25 രൂപ എക്സ്ട്രാ കിട്ടുമായിരുന്നു. അതിന് മുമ്പ് അടിച്ചു വിട്ട് അതും ലോങ് ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇമ്പീരിയൽ കിച്ചൺ എത്തിയിട്ടുണ്ട്.
ഓ 95-67 നമുക്ക് 20 രൂപ ടിപ്പ് ഇട്ടുകൊണ്ട് 94 രൂപയ്ക്ക് കുമാർ കഫേന്ന് ഓർഡർ അടിച്ചിരിക്കുകയാണ്. 9.26 കിലോമീറ്റർ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പോവാം. ഡബിൾ ഓർഡറാണ്, ഒരെണ്ണം കൂടിയുണ്ട്. 46 രൂപ. നമ്മൾ കുമാർ കഫേയിലെത്തിയിട്ടുണ്ട്. വണ്ടി വിളിക്കാൻ സ്ഥലമുണ്ടോ നോക്കാം. ആള് കുറവുണ്ട്. കുമാർ കഫേയിലെ 2 ഓർഡർ നമ്മൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് എലങ്കം ഗാർഡൻസിലാണ്. അവിടുത്തെ അവന്തിക ബോട്ടിക്ക് ഇവിടെ നിന്ന് ഏകദേശം 4.4 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ മാനവീയം വേദി എത്തിയിട്ടുണ്ട്. മാനവീയം വേദി ഇപ്പോൾ ഖാലിയാണ്. രാത്രി അത്യാവശ്യം നമ്മൾ ലൊക്കേഷൻ എത്താറായി. ഇനി ഒരു 100 മീറ്ററും കൂടിയുണ്ട് അവന്തിക ബോട്ടിക്ക്. ആശാമ ഇപ്പോൾ കൊടുത്ത ഓർഡറിന് കിട്ടിയ പേയ്മെൻറ്റ് 46 രൂപയാണ്. ഇനി അടുത്ത ഓർഡർ കൊടുക്കാനുള്ളത് പ്ലാമൂടാണ്. ഇവിടെ നിന്ന് ഏകദേശം 2.7 കിലോമീറ്റർ. ലൊക്കേഷൻ എത്താറായി. ഏകദേശം 350 മീറ്റർ നോക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് ചരാച്ചിര വയ്യമ്മാർ റോഡാണ്. നമുക്ക് അടുത്ത ഡബിൾ ഓർഡർ അടിച്ചിട്ടുണ്ട്. സാൽവ ഡൈനിങ് ആണ്. 167 153 ആണ്. ഇവിടെ നമ്മൾ ആ 2 ഓർഡറും പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേത് കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് 8.6 കിലോമീറ്റർ ഉണ്ട്. പാപ്പനംകോട് വിശ്വംഭരൻ റോട്ടിലാണ്. കൊണ്ടുവന്ന സാധനം ചിക്കൻ ബിരിയാണി വിത്ത് എഗ്ഗ്. നമ്മൾ വിശ്വംഭരൻ റോഡ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കൊടുക്കാനുള്ളത്. ഫോൺ വേണം. ഈ ഓർഡറിന് കിട്ടിയത് 69 രൂപയാണ്. ഇനി ഇതിൻ്റെ അവിടെ ഒരു ഓർഡർ കൂടിയുണ്ട്. അത് ഇവിടെ നിന്ന്
ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് തന്നെ. നമ്മൾ ലൊക്കേഷൻ എത്താറായി. അങ്ങനെ ആ ഓർഡറും കൊടുത്തിട്ടുണ്ട്. 65 ഏകദേശം 7 മണിക്കൂറും 14 മിനിറ്റും വർക്ക് ചെയ്ത് 936 രൂപ ആക്കിയിട്ടുണ്ട്. അതിൽ 60-70 രൂപ ടിപ്പുണ്ട്. 866 രൂപയാണ് ഓർഡർ ഏണിങ്സ്. നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കണമെങ്കിൽ, ഫുൾ ഇൻസെൻറ്റീവ് അടിക്കണമെങ്കിൽ 1350 രൂപ ഓർഡർ ഏണിങ്സ് വേണം. അതിനി വേണ്ടത് 486 രൂപയും കൂടി വേണം. അത് നമുക്ക് രാത്രി വേണമെങ്കിൽ ഓടിയെടുക്കാം. ചാർജ് തീരുന്നതിന് മുമ്പ് ഒരു ഓർഡറും കൂടി കിട്ടണമെങ്കിൽ ലാഭമാണ്. ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. കോവളത്തോട്ടാണ് അടിച്ചിരിക്കുന്നത്. കോവളത്തോട്ട് അടിക്കുന്ന ഓർഡർ 112ഉം 50 ചില്ലാനം രൂപ റിട്ടേൺ ബോണസും ഉണ്ട്. നമ്മൾ കുമാർ കഫേ എത്തിയിട്ടുണ്ട്. ഫുഡ് ഓൾറെഡി റെഡി ആയിരിക്കുകയാണ്. പിക്കപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു. ചുട്ടു ഇത് നമ്മൾ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് വെങ്ങാനൂരാണ്. അങ്ങനെ ആ ഓർഡറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 10.5 മണിക്കൂർ വർക്ക് ചെയ്ത് 2084 രൂപ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓർഡർ ഏണിങ്സ് 1044, ഇൻസെൻറ്റീവ് 650, കസ്റ്റമറിൻ്റെ ടിപ്പ് 70 ഉണ്ട്, ബോണസ് 320 ഉണ്ട്. നമുക്ക് 2084 രൂപ അച്ചീവ് ചെയ്യാൻ എടുത്ത സമയം 10 മണിക്കൂർ 25. ഞായറാഴ്ച നേരത്തെ ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഈ ആഴ്ച ഒരു ദിവസം ലീവ് എടുത്തുകൊണ്ട് 11,521 രൂപ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം ഓർഡറുണ്ട്.